പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, പരസ്പരം സ്നേഹിക്കുക എന്നത് ഒഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തൊരു ഭാരം ഒഴിഞ്ഞ് ജീവിതം ജീവിക്കാൻ പറ്റുമെന്നറിയോ? പിന്നെ അപ്പൂപ്പൻ താടി കണക്കിയൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് ചില മനുഷ്യർ പറയുമ്പോൾ അതിൽ അസ്വാഭാവികതയൊന്നും വിചാരിക്കണ്ട, പറ്റും. ഈ കർത്താവ് എന്നോട് സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇയാളെ സ്നേഹിക്കുന്നത് ഇയാളെൻ്റെ ഭർത്താവായതുകൊണ്ടല്ല, നേരെ മറിച്ച് കർത്താവ് എന്നോട് ഇയാളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ മക്കളോർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരെൻ്റെ മക്കളായതുകൊണ്ടല്ല, നേരെ മറിച്ച് കർത്താവ് എനിക്ക് തന്നതായി ഇവരെ, അതുകൊണ്ടാണ്. ഈ ഒരു മനോഭാവത്തിലേക്ക് എപ്പോഴാണ് എത്താൻ പറ്റിയത്? ആ സമയത്ത് വേറൊരാളും നമ്മളെ ഇങ്ങനെ ഭാരപ്പെടുത്തില്ല. സ്നേഹം നമ്മൾക്ക് ബന്ധനങ്ങളായി തീരില്ല. പരസ്പരം സ്നേഹിക്കുക എന്നതിൽ കവിഞ്ഞ് നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാവാതിരിക്കട്ടെ. ഈ സുവിശേഷ 1-ാം വായനയിൽ പറയണത് പോലെ ഞാൻ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ചില സമയത്ത്, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ തന്നെ ഇല്ലേ. എന്നിട്ടും ഞാൻ കൊല്ലാതിരിക്കുന്നത് ഉള്ളു നിറഞ്ഞ സ്നേഹം കർത്താവ് എനിക്ക് സ്നേഹിക്കാൻ വേണ്ടി തന്നേക്കണമുണ്ട്. ഇവരെയൊക്കെ എത്ര എക്സ്ട്രീമിൽ നമ്മളെ ഉപദ്രവിക്കുമ്പോഴും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുമ്പോഴും നമ്മുടെ ഈ പ്രിയപ്പെട്ടവരെ നമ്മളൊന്നും ചെയ്യാതെ അവരോട് പൊറുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം കർത്താവ് എനിക്ക് സ്നേഹിക്കാൻ തന്നേക്കണ ആളായതുകൊണ്ടാണ്. വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം ചെയ്യാൻ ഞാൻ പോവാത്തത് എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ജീവിത പങ്കാളി എൻ്റെ കൂടെ എനിക്ക് കർത്താവ് തന്നിട്ടുള്ളത് കൊണ്ടാണ്. മോഷ്ടിക്കാതിരിക്കുന്നത്, കർത്താവെ ഞാനൊരു കാര്യം മോഷ്ടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ എത്രമാത്രം നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ചിലപ്പോൾ തളർത്തിക്കളയും, ചിലപ്പോൾ ജീവിതം ഇങ്ങനെ അവസാനിപ്പിക്കാനുള്ള ഒരു തലത്തിലേക്ക് വരെ ഞാൻ അവരുടെ പ്രിയപ്പെട്ടതും വാല്യുബിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റുമ്പോൾ അവരുടെ ജീവിതം ചെന്ന് ചേരും. അതുകൊണ്ടാണ് മോഷ്ടിക്കാത്തത്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പരസ്പരം സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ മറ്റൊരാൾക്ക് വേദനയുണ്ടാക്കുന്ന, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വേറൊരു കാര്യം ഞാൻ ചെയ്യുന്നില്ല. ഈ ഒരു സ്നേഹം, കർത്താവ് എനിക്ക് തന്ന ഒരാളെ ഞാൻ കർത്താവ് പറഞ്ഞതുകൊണ്ട് സ്നേഹിക്കുന്നു, അതല്ലാതെ വേറൊരു കടപ്പാടുമില്ല, വേറൊരു ബന്ധനവുമില്ല, എന്നെങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന വിധത്തിലുള്ള ഒരു സ്നേഹവും ഇല്ല. കർത്താവ് എനിക്ക് തന്നേക്കുന്ന ഒരാൾ. ഈ ഒരു സ്നേഹത്തിൽ നിന്നുകൊണ്ട് വേണം ഇന്നത്തെ സുവിശേഷം ധ്യാനിക്കാനായിട്ട്. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞ ഈ ഒരു സ്നേഹം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വെറുപ്പാണ്. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന വെറുത്തുപേക്ഷിക്കാനോ ദ്രോഹിക്കാനോ വിദ്വേഷം കാണിക്കാനോ പറയുന്നൊരു വെറുപ്പല്ല കർത്താവ് പറയണേ. ആദ്യം പറഞ്ഞ കർത്താവ് എനിക്ക് സ്നേഹിക്കാൻ തന്ന മനുഷ്യരെ ഞാൻ കർത്താവിന് വേണ്ടി സ്നേഹിക്കുന്നു. നേരെ മറിച്ച് ഞാൻ കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് ഇവരെ സ്നേഹിക്കുമ്പോൾ അവിടെയാണ് കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ആ ഒരു മാറ്റി നിർത്തൽ, അവരെ പ്രിയപ്പെട്ടവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് വേണം എന്നെ സ്നേഹിക്കാനായിട്ട്. കർത്താവിനെ മാറ്റി നിർത്തി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ, പള്ളിയിൽ പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഓടി നടക്കുമ്പോൾ ഒക്കെ കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇത്. നിങ്ങൾ അവരെയൊക്കെ വെറുത്തുപേക്ഷിക്കാതെ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാവാൻ പറ്റില്ല. കുറച്ചുകൂടെയൊക്കെ ആ വെറുപ്പ് എന്നുള്ള വാക്കിന് ഒരു ഗ്രാവിറ്റി കുറയണത് കാണാൻ പറ്റും. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത് വിശുദ്ധ സക്കറിയായുടെയും വിശുദ്ധ എലിസബത്തിൻ്റെയോ സ്നാപക യോഹന്നാൻ്റെ മാതാപിതാക്കളാണ്. ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ, കാലങ്ങളായിട്ട് കാത്തിരുന്നൊരു കുഞ്ഞിനെ കിട്ടുമ്പോൾ സ്വന്തമാണെന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിന് പകരം ഈ പിതാവിൻ്റെ ജസ്റ്റർ കാണണം. ആകാശങ്ങളിലേക്ക് കുഞ്ഞിനെ എടുത്തുയർത്തിയിട്ട് പറയാം, നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, എൻ്റെ അല്ല, നീ കർത്താവിൻ്റെയാ. വിട്ടുകൊടുക്കണൊരു ഇതുണ്ടല്ലോ. പിന്നെ മരുഭൂമിയിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സ്നാപക യോഹന്നാൻ. കാലങ്ങളോളം മരുഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾ. കർത്താവ് പോലും ഇവിടെ 33 വയസ്സ് വരെ സ്വന്തം മാതാപിതാക്കളോടുകൂടെ വീട്ടിൽ അമ്മയോടുകൂടെയൊക്കെ താമസിക്കുമ്പോൾ വഴിയൊരുക്കാനായിട്ടുള്ള സ്നാപക യോഹന്നാൻ അപ്പനെ അമ്മയും വിട്ടിട്ട് മരുഭൂമിയിൽ ആ മകനെ വിട്ടുകൊടുക്കാനായിട്ട് അപ്പനും അമ്മയും കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, ദൈവത്തിന് വേണ്ടി. നീ ഞങ്ങളുടെ സ്വന്തം ആയിരിക്കാനുള്ള ഒരാളല്ല, ദൈവത്തിന് വേണ്ടിയുള്ള ഒരാളാണ്. ഈ സ്നേഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷെ ആ സ്നേഹം
കർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു വഴി മാറുന്നത് കാണുന്നുണ്ട് നമ്മളിവിടെ. പരസ്പരം സ്നേഹിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു കടപ്പാടും. ഇങ്ങനെ കെട്ടിയിട്ട് സ്നേഹിക്കുന്ന പൊസസീവ്നെസ് ഒക്കെ പറയൂലേ, പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും നമ്മുടെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന പല ഭാരപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെ ഒരാൾക്കും ഒന്നിനും വിട്ടുകൊടുക്കാതെ എൻ്റെ സ്വന്തം, എൻ്റെ മാത്രം സ്വന്തം, അതിനപ്പുറത്തേക്കൊരു വാക്കോ പ്രവൃത്തിയോ ഉണ്ടാവരുതെന്നൊക്കെയുള്ള ചിലരുടെ നിർബന്ധങ്ങളും ഉണ്ടല്ലേ. അത് അവിടെ നിന്നല്ലേ സംശയമൊക്കെ പോലും വരണേ. തമ്പുരാന് വേണ്ടിയിട്ട് ഇങ്ങനെ തമ്പുരാനേക്കാൾ അധികമായിട്ട് എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചു തുടങ്ങുക, എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് തുടങ്ങുക, തമ്പുരാനേക്കാൾ അധികമായി എപ്പോഴാണോ നമ്മൾ വേറൊരാൾക്ക് വാല്യൂ കൊടുത്തു തുടങ്ങുക, ആ സമയത്തൊക്കെ നമ്മൾ അവൻ്റെ ശിഷ്യനെന്നുള്ള തലക്കെട്ടിന് അർഹരല്ലാതായി തീരുന്നുവെന്ന് വചനം പറയുമ്പോൾ ഇന്നത്തെ വിശുദ്ധ സഖറിയായും വിശുദ്ധ എലിസബത്തും നമ്മുടെ മുൻപിൽ വലിയ മാതൃകകളായി, യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി ജീവിക്കാനുള്ള യഥാർത്ഥ മാതൃകകളായിട്ട് നിലകൊള്ളുന്നുണ്ട്. പരിശുദ്ധ മാതാവ് കാനായിൽ വെച്ച് പറയുന്ന ആ വിളിച്ചു പറയൽ, അവൻ പറയണത് പോലെ ചെയ്യേ, നിങ്ങൾ അവൻ പറയണത് പോലെ ചെയ്യുന്ന നിമിഷത്തിൽ അവൻ എന്നിൽ നിന്ന് അകന്നു തുടങ്ങും, അവൻ മരണത്തിലേക്ക് കൂടുതൽ അടുക്കും, അവൻ്റെ നിയോഗവുമായി അവന് യാത്ര തുടങ്ങേണ്ടി വരുമെന്നറിഞ്ഞിട്ടും പരസ്പരം സ്നേഹിക്കുക എന്നതിൽ കവിഞ്ഞപ്പുറത്തേക്കുള്ള ഒരു കെട്ടുപാടും ഇങ്ങനെ കെട്ടിപ്പൂട്ടി വയ്ക്കാതെ കർത്താവിനെ അവൻ്റെ നിയോഗത്തിന് വിട്ടുകൊടുക്കുന്ന, അത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളെ നമ്മളവിടെ കാണും. ശരിയായിട്ടുള്ള ഒരു ക്രിസ്തു ശിഷ്യ എന്താണെന്ന് പരിശുദ്ധ മാതാവ് നമ്മളെ പഠിപ്പിച്ചു തരും. കഴിഞ്ഞ ദിവസം നവംബർ 2-ാം തീയതി പ്രസംഗിക്കാൻ വന്നൊരച്ഛൻ പറയുന്നുണ്ടായിരുന്നു, വിട്ടുകൊടുക്കണമെന്നേ, ദൈവത്തിന് വിട്ടുകൊടുക്കണം പ്രിയപ്പെട്ടവരെ. മരിച്ചു കഴിഞ്ഞിട്ട് പോലും അവരെ വിട്ടുകൊടുക്കാതെ ഇങ്ങനെ നെഞ്ചിലിങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ ഭാരവും താങ്ങി നമുക്ക് ജീവിക്കേണ്ടി വരണത്. വിട്ടുകൊടുക്കണം, പരസ്പരം സ്നേഹിക്കുക എന്നതിൽ കവിഞ്ഞ് വേറൊരു കെട്ടുപാടും ഉണ്ടാവരുത്. അതിനപ്പുറം ഇങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി അവരെ വിട്ടുകൊടുക്കുക. എത്രയോ ദൈവവിളികൾ ഉണ്ടാവുമായിരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്. പരിശുദ്ധ കുർബാനയിൽ അവിടുത്തെ പരിശുദ്ധ അൾത്താരയിൽ അവിടുത്തെ തിരുബലി അർപ്പിക്കേണ്ടിയിരുന്ന പല മക്കളും ഇന്ന് കുടുംബജീവിതം ഇങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാതെ മുന്നോട്ട് പോകുന്നത് കാണുന്നുണ്ട്. അവരുടെ ദൈവവിളിക്കനുസരിച്ച് മാതാപിതാക്കന്മാർ അവരെ വിട്ടുകൊടുക്കാൻ മടി കാണിച്ചത് കൊണ്ട് മാത്രം. ഉണ്ട്, ഇല്ലെന്ന് പറയരുത്. കർത്താവെ, ഞങ്ങളുടെ സ്നേഹം അത് അങ്ങ് ഞങ്ങൾക്ക് തന്നൊരാളായത് കൊണ്ടായിരിക്കട്ടെ. അതിനും അപ്പുറത്തേക്കുള്ളൊരു സ്നേഹമോ ഒരു കെട്ടുപാടുകളോ ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ. ബന്ധങ്ങൾ ബന്ധനങ്ങളാക്കി കളയുന്ന വിധത്തിലുള്ള അമിതമായ സ്നേഹം, അമിതമായ കരുതൽ, അമിതമായിട്ടുള്ള പൊസസീവ്നെസ് ഒക്കെ ഈശോയെ ഞങ്ങളുടെ ബന്ധങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി അങ്ങ് തന്നൊരാളെ സ്നേഹിക്കുന്ന കണക്ക് നിർമ്മലമായ സ്നേഹം ജീവിക്കാൻ ഞങ്ങളുടെ ബന്ധങ്ങളെ ആശീർവദിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയും വിശുദ്ധ സക്കറിയാസിന്റെയും വിശുദ്ധ എലിസബത്തിന്റെയും മധ്യസ്ഥം യാചിച്ച് കർത്താവിന്റെ ആശീർവാദത്തിനായി പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രി അവസാനിക്കുന്നതിന് മുൻപ് ഇന്നത്തെ ദിവസത്തിൽ എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആരായിരുന്നു, എന്തായിരുന്നു എന്നൊന്ന് ആലോചിച്ചെടുക്കുക. തീർച്ചയായും അതവനായിരുന്നില്ലല്ലോ. ക്രിസ്തുവെന്നുള്ള വാക്കല്ലല്ലോ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. തമ്പുരാനെ മാപ്പ്, ഇന്നല്ല ഒരിക്കലും അങ്ങയെ എൻ്റെ പ്രയോറിറ്റിയാക്കാതിരുന്നതിന്, അങ്ങയേക്കാൾ കൂടുതൽ പലരെയും സ്നേഹിച്ചു പോയതിന്, അങ്ങേക്ക് വേണ്ടിയല്ലാതെ പലരെയും ചേർത്ത് പിടിച്ചതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ഇനിയെങ്കിലും അവിടത്തേക്ക് വേണ്ടി സ്നേഹിച്ചു തുടങ്ങാൻ, അവിടെ നിന്ന് എനിക്ക് തന്നതുകൊണ്ട് മാത്രം സ്നേഹിച്ചു തുടങ്ങാൻ, അതിനപ്പുറത്തുള്ള ഒരു ബന്ധനങ്ങളും ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്വസ്ഥമായ ശാന്തമായ ഉറക്കത്തിലേക്ക് പോകാം.
ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.